ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോ യജമാനൻ ബോർഡാണ്. പക്ഷെ പരമാധികാരം എന്ന് പറയുന്നത് അപ്പോൾ ഇത് തന്ത്രി അദ്ദേഹം വിളക്ക് വെച്ചിട്ട് ഏവോ അവിടെ ചെന്ന് നിൽക്കണം ഇത് പാണി ഒട്ടാനായിട്ട്. അനുവാദം ചോദിച്ചിട്ടാണ് പാണി ഒട്ടിക്കുന്നത് പറയുന്നതൊക്കെ. അപ്പോൾ ഇത് തമ്മിൽ എന്ന് പറയുമ്പോൾ ഒരു രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് തീരുമാനം എടുത്തേ ഇത് പോകാൻ പറ്റും. അല്ലാതെ ഒരാൾ മാത്രം തീരുമാനം എടുത്താൽ അവിടെ പരാജയപ്പെടും. തീരുമാനം എടുക്കുന്നതല്ലേ നീ പറഞ്ഞത്. ആചാര കാര്യങ്ങളിൽ ബോർഡാണ് യജമാനെങ്കിലും അത് വേറെ കാര്യം. അത് തന്ത്രിക്ക് തന്നെ വേണ്ടാന്ന് ബോർഡ് ഒരിക്കലും പറയത്തില്ല. അത് സമയക്രമീകരണങ്ങൾ ഇവർ രണ്ടുപേരും കൂടെ വേണം തീരുമാനിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഇവരെല്ലാരും കൂടി കമ്മിറ്റിക്കാരും പറയാറില്ല, നടക്കത്തില്ല. കമ്മിറ്റിയും ബോർഡിന്റെയും അതെ എല്ലാവരുടെയും കൂടെ സഹകരണത്തിൽ പറഞ്ഞതുപോലെ ഉത്സവലി 10 മണിക്ക് 10:30 തുടങ്ങി കഴിഞ്ഞാൽ 1:30 നമുക്ക് ഉത്സവലി തീരും. അതിനുശേഷം നമുക്ക് അന്നദാനം നടത്തുകയും ചെയ്യാം. അപ്പോൾ അതല്ലെങ്കിൽ അത് അത്രയും നമുക്കൊരു ഭാവന ഇഷ്ടമാണ്. അപ്പോൾ ഉത്സവത്തിന്റെ വിഷയത്തിനകത്ത് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പം അതൊന്നും ഈ അറിവിന്റെ പ്രശ്നമായിരിക്കും. നമുക്കത് ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിനെ പറ്റുന്ന വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നു. അങ്ങനെയല്ല, ഉത്സവബലിയാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതിനുവേണ്ടിയാണ് ഉത്സവം നടത്തുന്നത് തന്നെ. അതിന് ലോപം വരുത്തുന്ന രീതിയിൽ ഒരു പരിപാടിയും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ 9 മണിക്ക് വിളക്ക് വെക്കണമെങ്കിൽ 9 മണിക്ക് വിളക്ക് വെക്കാൻ ഒക്കാത്തതിന് കാരണം ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങളോ ഒന്നുമല്ല. ചില തന്ത്രി അദ്ദേഹത്തിനും കുഴപ്പമില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടിന്റെ വിൽപ്പനയാണ് ഇത്രയും താമസിപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു തീരുമാനം ബോർഡ് ശക്തമായി എടുത്താൽ സംഭവം തീരും. അത് ബോർഡിന് നഷ്ടപ്പെട്ടു. അതെല്ലാം ഉണ്ടെങ്കിൽ നിലനിൽക്കുള്ളൂ. ഈ ജീവനക്കാർക്ക് അല്ല, ഒരു ദിവസത്തേക്ക് നഷ്ടപ്പെടാം. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കൂടി സമന്വയിക്കണം ആ വിഷയത്തിൽ. ഒരാൾ മാത്രം വിചാരിച്ചാൽ അല്ല, ഈ ശ്രീഭൂതബലി ആയാലും നിത്യവുമുള്ള ശീവേലി ആയാലും സങ്കല്പം എന്തുവാ? തൻ്റെ ഭൂതഗണങ്ങൾക്ക് മേൽശാന്തി നിത്യവും ശീവേലി ഉണ്ടെങ്കിൽ തൻ്റെ ഭൂതഗണങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അദ്ദേഹത്തിന് എഴുന്നള്ളിച്ച് മുമ്പിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുക തന്റെ ഭൂതഗണങ്ങൾക്ക് കൊടുക്കുന്നത്. അല്ല, അത് അദ്ദേഹത്തിന് നിന്ന് അത് കാണണം. അല്ല, തൂമ്പം തിരുമേനി അവിടെയും ആന ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ആനപ്പുറത്ത് ബിംബം വെച്ച് നിന്നിട്ട് കാര്യമില്ല. ആനപ്പുറത്ത് ഗജവാഹനത്തിനകത്ത് എഴുന്നള്ളിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഭൂതഗണങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ അനുചരന്മാരെ ശാപ്പാട് കൊടുക്കുന്നത് ഭഗവാനെ കാണണം. അത് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് വേണം തൂവാനായിട്ട്. മനസ്സിലായോ? ഭഗവാന്റെ മുമ്പിൽ തന്ത്രി അല്ലെങ്കിൽ മേൽശാന്തി തൂവി പോകുമ്പോൾ അത് ഭഗവാൻ കണ്ടിട്ട് പറഞ്ഞല്ലേ കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം വരെ അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വലിയ അബദ്ധം ചെയ്ത് ഇങ്ങനെ വന്നത്. അതിന് മുമ്പേ നടന്ന എങ്ങനെ വിഷ്ണുവർദ്ധനൊക്കെ അറിയാല്ലേ അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും അല്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കഴിഞ്ഞു ഇനി എങ്കിലും പാലിച്ചു പോവുക. സംഭവിക്കാൻ പാടില്ല. അല്ല, ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഭഗവാൻ ഉത്സവ കാര്യത്തിനകത്ത് ഭഗവാൻ തൃപ്തിയില്ല. ഈ ഉത്സവത്തിന്റെ വിഷയത്തിൽ ശ്രീഭൂതത്തിൽ പ്രതിഷ്ഠ വയ്ക്കുമ്പോൾ ഈ കുട്ടികൾ വളരെ ശരിയാണ്. ചെറിയ കുട്ടികൾ താലം പിടിച്ചു വരുന്നു. ഉപദേവന്മാരെ അടക്കം പ്രദക്ഷിണം വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ആചാരം. ഉപദേവന്മാരെ പ്രദക്ഷിണം വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഉപദേവന്മാരുടെ അവിടെ ഒരു ബലി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വേണം അതിനൊരു അരിപ്പാട്ട് അങ്ങനെയാ. ഉപദേവ ശാസ്താവിന് ഉത്സവബലി സമയത്ത് 5ാമത്തെ പ്രദക്ഷിണം ഒന്ന് തന്ത്രി മാത്രം പ്രദക്ഷിണം വെക്കണം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ അതല്ല, മുമ്പില് ഇതിന് ഞാൻ കമ്മിറ്റിയോ ദേവസ്വം ബോർഡിനൊന്നും പറയുന്നില്ല. മുമ്പിൽ പ്രധാനികൾ നടക്കും. ഈ പ്രധാനികൾ പറയുന്നതനുസരിച്ച് വേണം ദേവൻ വരാൻ. അതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്നാണ്. ആ മൂലയ്ക്ക് എത്തിയപ്പോൾ വിളക്ക് പിടിക്കുന്ന അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാൻ പോകും. അങ്ങ് വിളക്ക് പിടിക്കുന്ന ആൾ പോയില്ലെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ ഉണ്ടായത് അല്ലേ. ഞാൻ തന്നെയായിരുന്നു 10 ദിവസത്തെ ഇവിടുത്തെ ഉത്സവം. അപ്പോൾ ഒരു ദേവന്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ ദേവന് വേണ്ടി താന്ത്രിക ക്രിയകൾ തന്ത്രി ചെയ്യുമ്പോൾ ആ തന്ത്രി ആരാണോ അദ്ദേഹം പറയുന്നതനുസരിച്ച് ചെയ്യാൻ തയ്യാറായി വേണ്ട പ്രശ്നം. 4 പ്രദക്ഷിണം ശ്രീഭൂതബലി കഴിഞ്ഞ് 4 പ്രദക്ഷിണം കഴിഞ്ഞ് തന്ത്രി അകത്തേക്ക് പോയി. പിന്നെ ഒരു മണിക്കൂർ ഇവിടെ തകരുനാവസരം വായിച്ചു, ഇതൊക്കെ നടക്കെ വായിച്ചു. പടിഞ്ഞാറാണ്, അതിനൊന്നും വിരോധമില്ല. 9 പ്രദക്ഷിണം വരെ വൈകുന്നേരം നേരത്തെ ആവാം. കാലത്ത് എത്ര പ്രദക്ഷിണമാണോ ശ്രീഭൂതബലി പ്ലസ് 1 പ്രദക്ഷിണം കൂടി ഉത്സവമായിട്ട് ചെയ്യാം. അതിന് താന്ത്രികപരമായിട്ട് യാതൊരു വിരോധമില്ല. പക്ഷേ ഇത് തന്ത്രി ഇപ്പോൾ ഇവിടുന്ന് തൂവി ആ മണ്ഡലത്തിൽ തൂവി അടുത്ത കല്ലിനോടെത്തുമ്പോൾ ആദ്യത്തെ പ്രദക്ഷിണം ഈ എത്തിണ്ടാവില്ല. അതിലെ ഒരു പ്രശ്നമുണ്ട് ആൾക്കാർക്ക് അറിഞ്ഞത്. ക്ഷേത്രാചാര വൃത്തിഷു തന്ത്രിവാക്യത്തിനാണ് പ്രാധാന്യം. കഴിഞ്ഞ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. കാരണം കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ ആചാരത്തിന് ക്ഷേത്രാചാരത്തിന്റെ ഇതിൽ അദ്ദേഹത്തിന്റെ തന്നെ എല്ലാം ഗ്രാഹ്യം ക്ഷേത്രാചാരവചനം ഗ്രാഹ്യം ആചാരവചനം ഗ്രാഹ്യം തന്ത്രിയുടെ വാക്കുകൾ ക്ഷേത്രത്തിന്റെ ആചാരത്തിന്
അത് ഏറ്റവും കേൾക്കേണ്ടത് അതാണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ബോർഡിൻ്റെ ആണെങ്കിലും ഏത് കാര്യം തന്ത്രിയുടെ ലെറ്റർ ഇല്ലാതെ അവിടെ നടക്കത്തില്ല. അപ്പോൾ ഇവിടെ ശ്രീഭൂതബലി ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് കലശവും ഈ ശ്രീഭൂതബലി ഉത്സവബലി എന്ന് പറയുന്ന ആചാരങ്ങൾ. അപ്പോൾ അതിൽ ആ ബലി തൂവുമ്പം അത് ഭഗവാന്റെ മുമ്പ്, അത് ശ്രീവേലി ആയാലും ശരി ശ്രീഭൂതബലി ആയാലും അത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് തൂകിയാലും ഭഗവാൻ തൃപ്തിയാവുന്നത്. അല്ലാതെ തന്ത്രി ഇപ്പം തൂകി വരുമ്പോഴത്തേക്ക് ഒരു പ്രദർശനം പൂർത്തിയാവുക, അപ്പോൾ അത് തന്ത്രി പറയുന്ന അനുസരിച്ച് തന്നെ ചെയ്യുക. അത് അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്രീഭൂതബലിക്ക് ഒന്ന് പൂർത്തീകരണം വരുത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്മിറ്റിക്കാരുടെ അല്ലെങ്കിൽ അപ്പോൾ ഉള്ള ഓരോ വർഷവും 2 വർഷം കമ്മിറ്റിക്കാർ മാറും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായത്തിനനുസരിച്ച് പോകാനാണെന്നുണ്ടെങ്കിൽ 2 വർഷം കൂടുമ്പോഴത്തേക്കും ഇവിടുത്തെ കാര്യങ്ങൾ ഓരോരോ രീതിയിലായിരിക്കും വരുന്നത്. അങ്ങനെയല്ല, ആ വക വിഷയങ്ങളിൽ തന്ത്രി പറയുന്നതിനപ്പുറത്തോട് നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് വാഹനത്തിൻ്റെ മുമ്പിൽ, ഭഗവാന്റെ ബിംബത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ചേരുമ്പതിന് മുമ്പ് വെച്ചിട്ട് തന്നെ ഇത് തൂവുക. എന്തായാലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഈ വ്യാഴമാണ്. ആ വ്യാഴം 3ാം ഭാവത്തിലാണ്. ഉത്സവ വിഷയത്തിൽ ഭഗവാന് തൃപ്തിയില്ല, അത് യാതൊരു സംശയം വേണം. അത് മാത്രമല്ല, അതിലോട്ട് നോക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ അവിടെ ഈ നേരത്തെ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് ഇനി നേരില്ലെങ്കിലും ഈ തന്ത്രി പറയുന്ന അനുസരിച്ച് ഈ വക ആ കാര്യങ്ങളിൽ, അകത്തുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ചെയ്യും. പുറത്ത് വലിയ തൂകുന്നതൊക്കെ. പിന്നെ ഉത്സവത്തിൽ കഴിഞ്ഞ് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അന്നദാനം ഉണ്ടെങ്കിൽ അതെല്ലാം നടത്താവൂ. അലംഭാവത്തിലെ ഉത്സവബലിയുടെ വിഷയത്തിൽ ഈ തെക്കൻ ഭാഗത്തുള്ള തെറ്റായിട്ടുള്ള ആചരണം എത്രയോണ്ടും